ആ കാണുന്നതാണ് ഗ്രാൻഡ് മോസ്ക്. നേരെ അങ്ങോട്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല. അതിന് പകരം ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് ഉണ്ട്, അണ്ടർഗ്രൗണ്ട് പാസ് ചെയ്യണം. അണ്ടർഗ്രൗണ്ട് കൂടെ താഴെ കൂടെ നടന്ന് വേണം നമ്മളകത്ത് കയറാനായിട്ട്. അങ്ങനെ ഡോമിൻ്റെ അടിയിൽ വന്ന് ഇവിടെ ഒരു ഷോപ്പിംഗ് മാളൊക്കെ ഉണ്ട്. ഈ ഷോപ്പിംഗ് മാളിൻ്റെ അടുത്തൂടെയാണ് മോസ്കിലേക്കുള്ള വഴി. അതിനുള്ളിൽ നമ്മൾ പോയിട്ട് കാണുന്ന ഓരോ സെക്യൂരിറ്റി ചെക്ക് ചെയ്തിട്ട് അകത്ത് കയറിയിരിക്കുകയാണ്. കൺസ്ട്രക്ഷൻ്റെ വിവിധ സ്റ്റേജുകളൊക്കെ ഉള്ള പടങ്ങളൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. രണ്ട് സൈഡിലുണ്ട്. നീണ്ടു വന്ന് ഇറക്കിയാണ്. എല്ലാം അണ്ടർഗ്രൗണ്ടാണ്. ബഗ്ഗിയൊക്കെ ഉണ്ട് നടക്കാൻ വയ്യാത്തവർക്ക്. ഞങ്ങൾ വെള്ളത്തെ ലെവലിലെത്തി. ഗ്രാൻഡ് മോസ്കിൻ്റെ പരിസരത്തെത്തിയിരിക്കുന്നുണ്ട്. പരിസരത്തെത്തി അത് കയറാം. അതുകൊണ്ട് ആൾക്കാരൊക്കെ നിൽക്കുന്നില്ല. മറ്റൊരു വ്യൂ ആണ്. എൻഡിലെത്തിയിട്ടുണ്ട്. എൻഡി എന്നുള്ള വ്യൂ ആണ്. അബുദാബിയിലൊക്കെ വരുന്നവരൊക്കെ അത്യാവശ്യം കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. നമുക്കിനി അകത്ത് കയറാം. അകത്ത് കയറിയും നമുക്ക് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. മൈസൂർ കൊട്ടാരത്തിൻ്റെ അടക്കമുണ്ട്. ഏകദേശം 41,000 പേർക്ക് ഒരേ സമയം നിസ്കരിക്കാനുള്ള സ്ഥലം ഇതിൻ്റെ അകത്തുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് 41,000 പേർക്ക് ഒരുമിച്ചിരിക്കാൻ. നമ്മൾ കണ്ടിട്ടുള്ള മോസ്ക് എന്നൊക്കെ പറയുന്നത് ചെങ്കോട്ടയ്ക്കടുത്തൊരെണ്ണമുണ്ട്. എൻ്റെ വീഡിയോ ഒക്കെ അടുത്ത് അതൊന്നും ഇത്രയൊന്നും വരത്തില്ല. എൻ്റെ പകുതി വരും സ്ഥലം. അവിടെയും കുറേ അധികം ആൾക്കാർ ഒരേ സമയം നിസ്കരിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഏകദേശം 15,000 കോടി രൂപ ചിലവാക്കി നിർമ്മിച്ച ഒരു ബിൽഡിങ്ങാണിത്, ഒരു പള്ളിയാണിത്. ലോകത്തെ മികച്ച പള്ളികളെ കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരു പള്ളിയാണ്. 2007 പൂർത്തിയായി. ഏകദേശം 17 വർഷം പഴക്കമുണ്ട് ഇതിന്. നടുക്കെത്തിയിട്ടുണ്ടാവും. ഇതാണ് മെയിൻ പ്രയർ ഹാൾ. അതായത് ഈദ് നമസ്കാരമൊക്കെ നടത്തുന്ന സ്ഥലമാണ് ഉള്ളിൽ. ഈ ആളുകൾ പോകുന്ന അത് പോയി കഴിഞ്ഞാൽ പ്രയർ ഹാൾ ഞാൻ സാറിൻ്റെ കൂടെ നടുത്തളത്ത് ഇറങ്ങിയിരിക്കുക. ഇവിടം വരെ അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കയറാൻ സമ്മതിക്കത്തില്ല. നല്ല വെയിലാണ്. അപ്പോൾ അതിനകത്ത് ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ പ്രയാസമാണ്. Ja, ich habe auch weit
നമ്മൾ ചുറ്റി നടന്നു വരികയാണ്. പന്ത്രണ്ട് മണിക്ക് മുമ്പേ വരികയാണെന്നുണ്ടെങ്കിലേ ലൈറ്റ് ഇങ്ങനെ നമ്മൾ കഴിയാൻ വന്നപ്പോൾ അങ്ങനെ ഒരു ടൈമില്ല. നൂർ ഹാൾ ഇവിടുത്തെ മെയിൻ പ്രധാനപ്പെട്ട ഹാളാണ്. ഷാൻഡിയേഴ്സ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഷാൻഡിയർ അതൊക്കെ വിഷയമില്ല. ഉണ്ടല്ലേ? അകത്തുള്ള അതിനേക്കാളും നല്ലത്. കളർഫുൾ അകത്ത് വീണ്ടും നല്ല ഒരെണ്ണമുണ്ട്. ഇതിൻ്റെ ഏറ്റവും അകത്തെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് പരവതാനിയാണ്. ഇത് മിനി പ്ലെയർ ഹാളാണ്. അടുത്തും ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സിൽവർ ഹാളിലുള്ള ഗോൾഡൻ ഷാൻഡിയർ. സമയം കാണിക്കുന്ന ക്ലോക്കൊക്കെ ഉണ്ട്. അടുത്തൊരു ഷാൻഡിയർ ഇവിടെ നിന്നാൽ കാണാം. 3 ഷാൻഡിയർ ഒരുമിച്ച് കാണാവുന്നൊരു സ്ഥലമാണത്. ഒരേ കണക്ക് 3 കാണാം. ഇവിടെ പറയാതെ ഇവിടെ നമുക്ക് വിടാൻ പറ്റത്തില്ല. ഇവിടെ പറയാൻ പറ്റത്തില്ല. ഇവിടെ ഹാൻഡ് നോട്ടഡ് കാർപ്പറ്റാണ്. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ വന്നിട്ടുള്ള ഒരു കാർപ്പറ്റാണിത്. 1200 പേര് ഒരേ സമയം ജോലി ചെയ്തിട്ടാണ് ഈ കാർപ്പറ്റ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് പര്യടനം.